അങ്ങനെ നമ്മള് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്ക് നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇവിടെ എന്താ സ്പെഷ്യൽ കിട്ടുന്നതെന്ന് അറിയോ? ദോശ, മസാല ദോശ. നല്ല വ്യൂ, സത്യം നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. വ്യൂവും കാറ്റും ഒക്കെ കൊണ്ട് നമ്മളെ കണ്ടപ്പോഴേ അവര് പറഞ്ഞു ഈ സാധനം സൗത്ത് ഇന്ത്യൻസ്. അറ്റ്ലാസ്റ്റ് നമ്മളൊരു ദോശയുടെ ഇത് വന്നെത്തി. അത് ഡ്രിങ്ക്സ് ആണ്. അങ്ങനെ ദോശ കണ്ടപ്പോ ഇത്രയും നാൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞു. അങ്ങനെ ദോശ 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 ഇപ്പൊ കൺഫ്യൂഷനായി ഏത് ദോശ എടുക്കണ്ടെന്ന്. എനിക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാത്തൊരു സാധനം ഇതിനകത്തുണ്ട്. എന്താ? മെതുവട. മെതുവട എന്താ? മെതുവട. മെതുവട എന്താ? ഉഴുന്നുവട. എനിക്ക് വേണം ഉഴുന്നുവട. എനിക്ക് മസാല ദോശ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദോശ കിട്ടാനുള്ളൊരു സ്ഥലം ഞങ്ങൾ നോക്കിയിട്ട് സത്യം പറഞ്ഞ അന്ന് അച്ഛൻ പറഞ്ഞതോടെ ഞങ്ങളെ കിളി പാറിയായിരുന്നു. അന്ന് വിഷമമായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടെത്തിയപ്പോ ഒരു സമാധാനം. ഇവിടെ ഇരിക്കുന്ന ആളുകൾ നമ്മളോട് ചോദിച്ചു നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ആണോ? ഇൻഫ്ലുവൻസിന്റെ ഐ പോലും എത്തിയിട്ടില്ല, പിന്നെ ഇൻഫ്ലുവൻസേഴ്സ്. ഞാൻ പറഞ്ഞു ഇല്ല, മലയാളി ചുമ്മാതെ ഒരു വീഡിയോ എടുക്കുന്ന ആള്. ബിരിയാണി ഒക്കെ അവര് ഫോർക്ക് കൊണ്ടാണ് കഴിക്കുന്നത്, സ്പൂൺ കൊണ്ട് പോലും അല്ല. ചിക്കൻ ഉണ്ടാകണ്ടായിരിക്കും. അങ്ങനെ കഴിച്ചാൽ ടേസ്റ്റ് പറ്റില്ല. കൈ കൊണ്ടിങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കണം. ഇന്ത്യൻ കടയാണ്. ഇവിടെ വന്നപ്പോൾ കൊണ്ടുവരൊറ്റ ഇന്ത്യൻ ഇല്ല, എല്ലാം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇവിടുത്തെ ആൾക്കാർ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന. അതെ, കുറേ പേര് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ മസാല ദോശയും 2 ചായയും പറഞ്ഞു, വടയും പറഞ്ഞു. 3 വട. അപ്പൊ 2 വട എനിക്കും 1 വട ആവുന്നു. 2 വട എനിക്കും 1 വട തനിക്കും. എങ്ങനെ ഈ 4 അടിയോളുള്ളവർക്ക് എങ്ങനെ? അങ്ങനെയല്ലല്ലോ, എനിക്കല്ലേ വണ്ണം കൂടുതൽ, അപ്പൊ എനിക്കാണ് കൂടുതൽ വയറുള്ളത്. അപ്പൊ വണ്ണം കുറയ്ക്കാനുള്ളവർ അങ്ങനെ കഴിക്കണം. അപ്പൊ വിശപ്പ് അത്രയും വരത്തില്ല തനിക്ക്, എനിക്ക് വരും. നിങ്ങൾക്ക് ക്രൂരമായ അടിയും കാണാം ഒരു വടയുടെ പേര്. ഹാഫ് ഹാഫ്, 1.5 എനിക്ക്, തനിക്ക് 1.5. ഒരു പ്ലേറ്റോടെ പറയാം, പിന്നെ പ്രശ്നം തീർന്നു. 3 വട എനിക്കും 3 വട നിനക്കും. വട ആദ്യം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വട എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ കൂഞ്ഞുള്ള വട, മറ്റേ റിങ്ങി പോലെ വടയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഞങ്ങളാണെങ്കിൽ അപ്പുറത്തോട്ട് ചുമ്മാതെ ലേക്ക് കാണാൻ പോയപ്പോഴത്തേക്ക് ഓടി റെസ്റ്റോറൻറ്റിൽ നിന്ന് ആള് വന്ന് പറഞ്ഞു ഇല്ല സാർ ഇതിനകത്ത് കയറാമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങോട്ട് വരാൻ തന്നെ വന്നത്. പക്ഷേ അത് അവരുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. അപ്പുറത്തെ കടയിലെ ചായ കൊള്ളത്തില്ല, എന്റെ കടയിലാണ് വളരെ നന്നായിട്ടുള്ള ചായകൾ ഇരിക്കുന്നത്. വളരെ പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ. ചായ വന്നു, ചായ വന്നു. ചായ നല്ല ഏലക്കയുടെ നല്ല മണം. ഇത് കണ്ടോ ഗൈസ്, ദോശ. എന്റെ കയ്യോ, ദോശയും സാമ്പാറും ടൊമാറ്റോ ചട്നിയും പിന്നെ തേങ്ങ ചട്നിയും ചായയും. ആഹാ, ഞാൻ ഇങ്ങനെ കഴിക്കുന്ന വെച്ചാൽ കുറച്ച് സാമ്പാറിൽ മുക്കുക, ഇച്ചിരി തക്കാളി ചട്നിയിൽ മുക്കുക, പിന്നെ കുറച്ച് നമ്മുടെ തേങ്ങ ചട്നിയിൽ മുക്കുക, എന്നിട്ട് ഞം 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 ഞം. നമ്മുടെ നാട്ടിലല്ല, അവിടെ ഹൈദരാബാദിലാണ് തേങ്ങ ചട്നിക്ക് പകരം വേറെ ചട്നി കിട്ടുന്നത്. കപ്പലണ്ടി ചട്നി. ഒരു പ്രാവശ്യമാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഹൈദരാബാദിലുള്ള സമയത്ത് ദോശ എടുത്ത് ഞാൻ നേരെ എടുത്തിട്ട് തേങ്ങ ചട്നിയാണെന്ന് പറഞ്ഞ് ഫുൾ ഡിപ്പ് ചെയ്തിട്ട് എടുത്തപ്പോൾ വേറെ തന്നെ ടേസ്റ്റ്. ഇവിടെ ഇരുന്ന് കൈ കൊണ്ട് കഴിക്കുന്ന 2 പേര് ഞങ്ങളാ. ഒന്നും കുഴപ്പമില്ല.
യാതൊരു പ്രശ്നമല്ല. നമ്മൾ അതുകൊണ്ട് സ്പൂൺ വെച്ച് കഴിച്ചാൽ ഒരു സുഖം വരത്തില്ല, ഈ കൈ കഴിക്കുന്ന ഒരു സുഖം വരത്തില്ല. അതെ. കുറച്ച് ദോശ, കുറച്ച് മസാല. എൻ്റെ പകുതിയായി ഗൈസ്. ഇവർ റെസ്റ്റോറൻറ്റിനകത്ത് ഹിന്ദി പാട്ടായിട്ടേക്കുന്നത്, വെളിയിൽ ഇംഗ്ലീഷ് പാട്ടായിട്ടേക്കുന്നത്. എന്നുവെച്ചാൽ ഇവരെല്ലാം ഇരിക്കല്ലേ, അതാണ് അറിയാം. കസ്റ്റമേഴ്സിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്യും തോന്നുന്നു. എൻ്റെ ഓഫീസിലെ എറിക്കല്ലേ, എറിക്ക് ഒരു ദിവസം എന്താ ബിരിയാണി കഴിക്കുന്ന എന്താ കാര്യം പറഞ്ഞപ്പോൾ എറിക്ക് പറയും, നിങ്ങളെങ്ങനെ കൈകൊണ്ട് കഴിക്കുന്നത് എനിക്ക് കാണാൻ ഒരു ആവുന്നുണ്ട്. ഇടയ്ക്ക് ഇവളുടെ ഓഫീസിലുള്ളായിരുന്നു, മോൺട്രിയൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ഞാൻ എറിക്കോട് ചോദിച്ചു എനിക്ക് കൈകൊണ്ട് കഴിക്കാൻ പറ്റുമെന്ന്. അതിക്ക് പറഞ്ഞില്ല. അവർക്ക് കഴിക്കാൻ പറ്റില്ല, അവർക്ക് അറിയില്ല എങ്ങനെ കഴിക്കുന്നത്. നമ്മളെ തന്നെ എങ്ങനെ വരുമെന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. ഇവിടെ എല്ലാവരും പട്ടിയും കൊണ്ടും കൂടെ വരുന്നത്, അതിനെ ഒരിക്കലും. അപ്പുറത്തിരിക്കുന്നവരുടെ പട്ടിയുണ്ട്, അതിനെ പിടിച്ച കൈ വെച്ചിട്ട് സ്പൂൺ വെച്ച് കഴിക്കാം, അത് കുഴപ്പമില്ല. സത്യം. ചിലപ്പോൾ ആ പട്ടിക്കൊക്കെ ആ സ്പൂണ് വെച്ചിട്ട് മക്കളെയൊക്കെ അവിടുത്തെ തുറക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പട്ടിയെ ഇവരൊക്കെ ഭയങ്കര കാര്യമാണ്. ഞാൻ പറയുന്നത് അവർ അറിഞ്ഞുണ്ടല്ലോ. അതെ, അവര് പറഞ്ഞാൽ അവർ സഹിക്കും, പട്ടിയെ പറഞ്ഞാൽ അവർ സഹിക്കില്ല. അങ്ങനെ എൻ്റെ വട തീർന്നു, ഞാൻ അടുത്ത വടയിലേക്ക് പോവാം. അയ്യോ ഇല്ല പോവല്ലേ, എൻ്റെ തീർന്നിട്ടില്ല. പണ്ട് എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞങ്ങൾക്ക് ക്യാൻറ്റീനുണ്ട്. അപ്പോൾ അവിടെ ഇതേപോലെ വട കിട്ടും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിഷ്ണു അവൻ വട എടുത്തിട്ട് വായിലോട്ട്, എൻ്റെ വട, എൻ്റെ ടേബിൾ, എൻ്റെ പ്ലേറ്റിൽ ഇരുന്ന വട വായിലോട്ട് ഇങ്ങനെ അകത്തോട്ട് വെച്ചതും ഞാൻ അകത്തുനിന്ന് എടുത്ത് കഴിച്ചു. ആ എന്നോടാണ് നീ. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കഴിച്ചു തീർത്താൽ നമുക്ക് ഇങ്ങനത്തെ കുറെ, അതൊരു പ്രത്യേക സുഖമാണ്. പണ്ട് അച്ഛൻ ഇപ്പം എന്ത് ചെയ്യുന്ന അറിയോ, അച്ഛൻ നേരത്തെ സ്പീഡിൽ കഴിച്ചു തീർക്കും, എന്നിട്ട് അമ്മയുടെ പ്ലേറ്റിൽ നിന്നിട്ട് കൈയിട്ട് വരും. അയ്യോ അച്ഛൻ കേക്കണം. ഓളാ പണ്ട് അമ്മയൊക്കെ കല്യാണം കഴിച്ച സമയത്ത് അമ്മയ്ക്ക് പറയാൻ മടിയായിരുന്നു. അമ്മയും ഞാനും ഒക്കെ കല്യാണം കഴിച്ച സമയത്ത് താനുണ്ടായിരുന്നു. വീട്ടിൽ പറഞ്ഞ ഉണ്ടാവണമെന്നുണ്ടോ, ഞാനും ഒക്കെ എന്ന് പറഞ്ഞു. അമ്മയും ഞാനും എല്ലാരും അങ്ങനത്തെ ഒരു ടൈപ്പാണെന്ന്. എന്താ പറയുന്നത്, ഈ ചിക്കനും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് ഇച്ചിരി ലാസ്റ്റിലത്തേക്ക് വെച്ചേക്കും, പിന്നെ കഴിക്കാലോ എല്ലാം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. അതേപോലെ മിക്കവാറും എല്ലാരും അങ്ങനെ തന്നെ, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ലാസ്റ്റത്തേക്ക്. അച്ഛൻ അങ്ങനെയല്ല, അച്ഛൻ എല്ലാം തിന്ന് തീർത്തിട്ട് അമ്മ കഴിക്കാൻ വെച്ചതാന്ന് വിചാരിച്ച, അമ്മ ഇഷ്ടമല്ലാന്ന് വിചാരിച്ചിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കും. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത്, ഹായ് നല്ല വട. ഇതിപ്പോ വെച്ച വട തിരിച്ചെടുത്തില്ലേ, ഇത് നോക്ക് അവസാനം എനിക്ക് കിട്ടിയ വട. പെട്ടെന്നോട്ടൊന്ന് കഴിക്കണം. നമ്മൾ ബാക്കി വരുന്ന സാമ്പാർ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഒരു ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത് ശരിയല്ല. സാമ്പാർ എടുക്കുക. അടിപൊളി അടിപൊളി. ചോറിൻ്റെ കൂടെ നല്ലതായിരിക്കും, കുറച്ച് സാമ്പാർ കൊണ്ട്. ഞാനും വീട്ടിൽ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സാമ്പാർ ആ സാമ്പാറിനെ കണ്ടാൽ എന്നെ അടിക്കും. അല്ലാത്ത വേറൊരു കോമഡി ഉണ്ടായിരുന്നു പണ്ട് ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ. അല്ലല്ല, നിന്റെ കോളേജിൽ വെച്ചിട്ട്, കോളേജിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫുഡ് ഹോസ്റ്റലിലെയും പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കായതും നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫുഡൊന്നും വലുതായിട്ട് കിട്ടത്തില്ല. അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് നാദൃഷ. അപ്പം ഞാനും അവനും കൂടെ ബുഫേ പോയി. ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട് കോയമ്പത്തൂര്. ബുഫേ പോയപ്പോൾ ഞങ്ങൾ പട്ടിണി, ഒന്നും രാവിലെ തൊട്ട് കഴിച്ചിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ സിനിമ കാണാൻ പോയതാ. എന്നിട്ട് അയ്യോ അതെനിക്കറിയാം കഥ. വിറ്റ് സാധനമാണ്. എന്നിട്ട് ഞങ്ങള് ഫുഡ് അവരാണ് ഇച്ചിരി നല്ല ബുഫേ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. അപ്പം ഞങ്ങൾ കോളേജിൽ ഞാനും അവരും കൂടെ കോളേജ് കാലം മെലിഞ്ഞുണങ്ങി ഇങ്ങനെ ഇത് കേൾക്കണ്ട, ഇത് പറയണ്ട. എന്നിട്ട് ഞാനും അവനും കൂടെ അവിടെ പോയി ഓടി നടന്ന് കഴിക്കുക. എൻ്റെ ഫുഡ് കണ്ടിട്ടില്ലാത്ത പോലെ ഞങ്ങൾ ഓടി നടന്ന് കഴിക്കാം. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വയറ് പൊട്ടാറായി. എന്നിട്ട് ഞങ്ങൾ പിന്നെ സിനിമയ്ക്ക് പോയി. ഇത് കുറച്ച് കഴിഞ്ഞ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി
ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ തുടങ്ങി. എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ നാദിഷനോട് പറഞ്ഞ്, എടാ ഇച്ചിരി ആ ചിക്കൻ ഫ്രൈ കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇപ്പം അല്ലേ എന്ന് പറഞ്ഞിട്ടെ. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കറിയാം നീ ഇത് പറയും എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ടിഷ്യൂവിനകത്ത് പോയി ഞാൻ ചിക്കൻ ഫ്രൈ എടുത്ത് പോക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെടുത്ത് തന്ന് ഏറ്റവും പോലെ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ട്, ആളിപ്പോൾ ജർമ്മനിയിലാണ് കേട്ടോ, ഞാൻ കാനഡയിലും. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്. വീട്ടിലൊന്നും ഒന്നും കഴിക്കാനില്ലാത്ത വീട്ടിലാണത്. ഓ, അപ്പൊ ആ ഹോട്ടലിൽ എല്ലാം വെച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് ഞങ്ങളുടെ പോക്കറ്റ് തപ്പി ചിക്കൻ ഫ്രൈ വല്ലതും കിട്ടിയായിരുന്നെങ്കിൽ വീട്ടിലും എല്ലാം പറഞ്ഞാല് എല്ലാരും കൂടെ തല്ലിക്കൊല്ലും. അവര് പറയുന്നതിന് മുമ്പ് വീട്ടുകാര് പറയും ഇനി ഞങ്ങള് വരണ്ടെന്ന് പറയും വീട്ടില്. അതേപോലെയാണ്. അതാ പറഞ്ഞ, ഫുഡൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ ഞങ്ങൾ ഓടി കിടന്ന് കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു. അതെനിക്കൊന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ എത്ര കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ അതൊരു ഫുഡ് ഒരു വേറൊരു വികാരമായി മാറും. ഇവക്ക് നല്ല ഉപ്പാട്ടോ ശരിക്കും പറഞ്ഞാൽ. ഫുഡിനകത്ത് ഫുഡ് ഉണ്ടാക്കുന്നതിനകത്തൊക്കെ ഇവൾക്ക് കുറെ ഉപ്പ് കൂടുതലാ. ഇതിനുപ്പില്ലേ? അല്ല, എന്നിട്ട് ഇവള്, ഞാൻ കാനഡയിലോട്ട് വന്നപ്പം ഇവള് ഹോസ്റ്റലിൽ നിന്നു ഹൈദരാബാദിൽ ഹോസ്റ്റലിൽ നിന്നിട്ട് എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് പറയാ, അവിടെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, അവിടെ ഉപ്പ് കൂടുതലാണെന്ന്. ഞാൻ ആലോചിക്കുന്നത്, ഇവള് ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഉപ്പ് കാരണം, അവക്ക് ഉപ്പ് കാരണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നീ വയ്യാതായില്ലേ? എനിക്ക് വയ്യാതായി, കാരണം എനിക്ക് ഉപ്പും എരി മീൻസ് നമ്മൾ കഴിക്കുമ്പോൾ ഇരിക്കത്തില്ല, പക്ഷെ ഹോസ്റ്റലൊക്കെ അയ്യോ അത് ചെന്ന് കഴിഞ്ഞിട്ടില്ല. ഹോസ്റ്റലില്, ഞങ്ങളുടെ ഹോസ്റ്റലില് ഫസ്റ്റ് ഇയർ ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിന്ന്. ഹോസ്റ്റലിൽ നിന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് സൺഡേ ചിക്കൻ ഉണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ക്യാൻറ്റീനിലുള്ള ആള് വരും, ഓ ഇന്ന് ചിക്കനൊക്കെ കിട്ടുമല്ലോ. ഞങ്ങളെന്താ ചിക്കൻ കാണാത്ത പോലെ ആള് ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് ചിക്കനൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് പുള്ളിക്കാരനാണെങ്കിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പം അത് എങ്ങനെ അതിൻ്റെ അകത്ത് കൊതു വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിക്കൻ കാലിനകത്ത് ആ ഫ്ലഷ് മാറ്റിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കൊതു ചത്തെടുക്കുക. അതെങ്ങനെയാണ് അന്നേരം വന്നിരുന്നായിരിക്കും, എനിക്കറിയത്തില്ല അതെങ്ങനെയാണെന്ന്. എന്നിട്ട് ഞാനും നാദറും കൂടെ അയാളെ പോയി കണ്ട്. അപ്പം അയാള്, ഇത് കൊസു താരേ തമ്പി സാപ്പിട്ടോ. ഞങ്ങളൊന്നും കംപ്ലൈന്റ് പോലും ചെയ്യാൻ പോയില്ല. എന്താ വെച്ചാൽ ഇതിനൊക്കെ എന്ത് പറയാനാ. അയാളുടെ വിരല് വെച്ച് തന്നെ ചിക്കൻ കൊതുവിനെ എടുത്ത് മാറ്റിയിട്ടാണ് ഇത് കൊസു തലേന്ന്. ഇല്ല, നാദറിന്റെ ഞങ്ങക്ക് തന്നു തിരിച്ച്. ഞങ്ങൾ കഴിച്ചില്ല, പക്ഷെ ഞങ്ങക്ക് തന്നു. അതൊക്കെ ഒരു കാലം. ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാവ് കുഴക്കുന്നൊക്കെ കാണണം. അന്ന് വെറുതെ ഉപ്പുമാവല്ലേ, ഇന്നും കഴിക്കാറില്ല ഉപ്പുമാവ്. അത് വേറെ, ഉപ്പുമാവ് കഴിക്കാൻ പറ്റാത്തത് വേറെ ആയിരുന്നു. ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ദോശയൊക്കെ മാവ് അരയ്ക്കുന്നുണ്ടാവും. മാവ് അരയ്ക്കുന്ന ആളുടെ കാലിലും കയ്യിലും എല്ലാം മാവ് ഫുള്ള് ഈച്ചേവാ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഹോസ്റ്റലിൽ മാവ് അരയ്ക്കുന്നത്? ഞങ്ങക്ക് വെളിയിൽ ക്യാൻറ്റീൻ്റെ അവിടെ വെളിയിൽ നിന്നിട്ടാ മാമൻ കാറ്റൊക്കെ കൊണ്ട് ശാല. ചില ദിവസങ്ങൾ ദോശയൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ദോശയൊന്നും കഴിക്കത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ജീവിതത്തിൽ ആലോചിക്കാറുണ്ട്, എൻ്റെ അമ്മയുടെ മനസ്സറിയാത്ത ശാപമാണ് എനിക്ക് ഫുഡ് കിട്ടാത്തത്. ഒരു അമ്മ എന്തെങ്കിലും വെക്കുമ്പോൾ ഞാൻ പറയും, അതെനിക്ക് വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും മതി, ദോശ ഇഡലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. എന്നിട്ട് ഞാൻ കാനഡയിൽ ദോശ തപ്പി വന്ന് കഴിക്കുന്നു. കാനഡയിൽ ദോശ തപ്പി ഞാൻ നടന്ന് വന്ന് കഴിച്ചു. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഉപ്പുമാവ്, ഞാൻ ഉപ്പുമാവ് സാധാരണ കഴിക്കാത്ത, പക്ഷേ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ വെള്ളിയാഴ്ച രാവിലെ ഉപ്പുമാവായിരുന്നു. ആ ഉപ്പുമാവ് കഴിക്കാൻ പോകും. എന്തിനാണെന്നറിയോ? ശരിക്കും ഉപ്പുമാവിന് വേണ്ടിയിട്ടല്ല പോകുന്നത്, പപ്പടം കിട്ടും എൻ്റെ കൂടെ. അപ്പം പപ്പടത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ശരിക്കും. എന്നിട്ട് വൈകുന്നേരം ചപ്പാത്തി മുട്ട, ആഴ്ച 2 ദിവസം ചപ്പാത്തി ഉണ്ടായിരുന്നു.
അത് വൈകുന്നേരം കഴിക്കാൻ ഇഷ്ടം. എനിക്ക് രാത്രിയിൽ ഇങ്ങനെ ദോശയൊന്നും കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ഒന്നാമത്തെ കാര്യം ദോശ ഇഷ്ടമല്ലായിരുന്നു. മറ്റേ ഇങ്ങനെ വട്ടത്തിൽ ചുടുന്ന ദോശ. കണ്ടില്ലേ അല്ല ഇപ്പം കഴിക്കും ഞാൻ. മുക്കി മുക്കി കഴിച്ചിട്ട് കയ്യിന്നൊക്കെ ഇരുന്നിട്ടായി പറയുന്നത്. പണ്ട് ഹോസ്റ്റലിലേക്ക് പോകും, കോളേജിൽ വെച്ച് ഹോസ്റ്റലിൽ വന്നിട്ട് ദോശയും കടല ഇഷ്ടമേ അല്ല. എന്നിട്ട് ചപ്പാത്തി ഉള്ള ദിവസം അങ്കിള് ചപ്പാത്തി ചുടും. ഞങ്ങൾക്ക് ഹോസ്റ്റലിൻ്റെ താഴെയായിരുന്നു മെസ്സുള്ളത്. ഞാൻ ജീമോള് സൗമ്യ, അയ്യോ സൗമ്യൊക്കെ കെഞ്ചുന്ന കണ്ട് ഒരു ദോശ കൂടെ തരാല്ല. ഉച്ചക്ക് ഇത് രാത്രിയത്തേക്കുള്ള ചപ്പാത്തിയാ. അപ്പൊ അങ്കിള് ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ രാത്രി ആകുമ്പോൾ അയച്ച് തണുക്കും. ചൂടോട് അന്നേരം ചുട്ടെടുക്കുന്നത് ഞങ്ങള് ഒരു 3 മണിയൊക്കെ ആവുമ്പോൾ താഴെ അങ്കിളെ ഒരു ചപ്പാത്തി തരും, അങ്കിളെ ഒരു അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അങ്കിളിന് അങ്ങനെ തരാൻ പറ്റത്തില്ല. അങ്കിള് പിള്ളേർ നമ്മളെങ്കിലും വേറെ ഒന്നും കഴിക്കാനില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന പോലെ അങ്കിളിനോട് വന്നിന്ന് കെഞ്ചുന്നത്. അങ്കിളിൽ എന്നിട്ട് കണ്ടിട്ട് ദേഷ്യം വരും അങ്കിളിന്. കാരണം എല്ലാ പ്രാവശ്യവും ഞങ്ങളിങ്ങനെ അങ്കിൾ പറയും തരത്തില്ല, എനിക്ക് തരാൻ പറ്റത്തില്ല. പിന്നെ കെഞ്ചലൊക്കെ കണ്ട ആരായാലും തന്നു അതുപോലെ കെഞ്ചും. നമ്മള് കുറച്ച് കഴിയുമ്പോ മടുത്തിട്ട് വേണ്ടാന്ന് വെക്കും. അത് അങ്കിൾ മാക്സിമം പെമ്പിള്ളേരാകുമ്പോ ചോദിച്ചാ കൊടുക്കും. നമ്മൾ ആമ്പിള്ളേര് ചോദിച്ചു കഴിഞ്ഞാൽ പെമ്പിള്ളേരവര് തരത്തില്ല. അത് തരാൻ പാടില്ല. പിന്നെ അങ്കിളിനും മക്കളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു മനസാക്ഷി വെച്ചിട്ട് അങ്കിള് ഒരെണ്ണമൊക്കെ തന്നു ഞങ്ങൾ മുറിച്ച്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക്. അവിടെ നമ്മൾ ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ദാണ്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം. പക്ഷെ ഇത് നല്ലൊരു സംഭവം. ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം. ഇല്ല, സത്യം നല്ലൊരു ദിവസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് ദോശ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. അതെ, എനിക്കും ഇന്ന് ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇനി ദോശ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തുമില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ദോശ അന്നൊരു ദിവസം കിട്ടാതിരുന്നപ്പോ നല്ല വിഷമമാവുകയും ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് കിട്ടിയപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. കുറെ നാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, ഞങ്ങൾ വിചാരിച്ചായിരുന്നു അമ്പലത്തിൽ പോകുന്ന ദിവസം ഇവിടുന്ന് 4 മണിക്കൂറോളം ഉണ്ട് ബ്രാംപ്ടൺ ഇപ്പൊ എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോകുന്ന ടൈമിൽ രാവിലെ അവിടെ ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം, ദോശയൊക്കെ കഴിക്കാം, വടയൊക്കെ കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന. അപ്പം ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തണുക്കുന്നു, നല്ല കാറ്റ്. എനിക്ക് തണുക്കുന്നൊന്നുമില്ല. ഇതൊക്കെ എൻ്റെ രോമാഞ്ചം. എനിക്ക് മനസ്സ് നിറഞ്ഞു. ഞാൻ വിചാരിച്ചു എനിക്ക് ചിലപ്പം മസാല ദോശ കൊള്ളത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. പക്ഷെ വടയായാലും നല്ല മുരിഞ്ഞു അപ്പം തന്നെ കിട്ടി. അല്ലേ? അപ്പം ടാറ്റാ.